യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന സകലതിൻ്റെ സൃഷ്ടികർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്ത് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. സ്തോത്ര. ഹല്ലേലൂയ. തന്റെ ഉള്ളം കരത്തിൽ അവിടെ നിന്ന് വഹിച്ച്, ഹല്ലേലൂയ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയ്ക്കുന്നത് പോലെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ കരുതലുകൾക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായി സ്തോത്രം ചെയ്യാം. കൂരുണ്ട് അനുഭവത്തിലും സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ വൈഷമ്യമുള്ള മേടുകളിലും കരം പിടിച്ച് നമ്മെ നടത്തിയ ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ സേനയിലായിരിക്കാം. ഈ പൽക്കാലവും സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തും. കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഇന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം നാളെയും നമ്മെ വിടുവിപ്പാൻ മതിയായ ദൈവമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു അപൂർവ കാര്യം എൻ്റെ ദൈവത്താൽ സംഭവിക്കും. അതേ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേ, ഞാനത് നിവർത്തിച്ച് തരാമെന്ന് അറിയിച്ചത് കർത്താവ്. പ്രശ്നങ്ങളും ഭാരങ്ങളും കടന്നു വന്നപ്പോൾ അതേ സ്തോത്രം പലവിധ ബുദ്ധിമുട്ടുകളും സഹിച്ച് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി ചില വിഷയങ്ങളെ വച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില അപൂർവ കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസേനയിൽ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു അപൂർവ കാര്യം എൻ്റെ ദൈവത്താൽ സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതെ, മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലമെന്ന് വിശ്വസിക്കുക. ദിവസങ്ങളായി, നാളുകളായി ദൈവസ്ഥൻ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം. ആ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതെ, ഈ രണ്ട് ഭാഗം ഞാൻ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ വചനത്തിൽ പറയുന്നു, അപ്പോൾ ഒരു 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. എൻ്റെ സ്തോത്രം, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതേ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നതത്രേ. സ്തോത്രം. നാം അത് കൊണ്ടുവരേണ്ട രീതിയിൽ കർത്താവിന്റെ സ്വനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ നടുവിൽ വിടുതലാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ 4 ആൾ, അതായത് അവിടെ യേശു കർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് പലരും യേശുവിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. അവരോട് വചനം പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? 4 ആൾ ചേർന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ഒരു പശുവധക്കാരനെ കൊണ്ടുവന്നത്. ആ പശുവധക്കാരനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയാം, യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെ വണ്ണം ഇനി ഒരു സൗഖ്യം ലഭിക്കുമെന്നോ വിടുതൽ ലഭിക്കുമെന്നോ യാതൊരുവിധ സ്തോത്രം പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്താ 4
നാലാൾ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കേണ്ടതായിട്ട് ആ മനുഷ്യന്റെ അടുക്കൽ എത്തുന്ന പ്രിയ ദൈവമക്കളെ സ്തോത്രം. നിന്റെ വിടുതലിനായി ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം അവരെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ചിലപ്പോൾ അത് ദൈവവചനം കേൾക്കുന്നതിൽ കൂടിയായിരിക്കാം. സ്തോത്രം. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കൂടിയായിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടതിനായിട്ട് ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നാലാൾ ഒരാളിനെ പക്ഷവാതക്കാരനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം എന്ത് ചെയ്യുന്നു? യേശുവിനോട് അടുക്കുവാൻ കഴിയാതവണ്ണം ആയിത്തീർന്നപ്പോൾ എന്ത് ചെയ്യുന്നു? വീടിന്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു, പക്ഷവാതക്കാരനെ കിടക്കയോട് കൂടി ഇറക്കി വെച്ചു. പ്രിയ ദൈവമക്കളെ, ഈ 4 പേരെ സംബന്ധിച്ച് അവർക്കൊരു പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ മനുഷ്യനെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസം പക്ഷവാതക്കാരന്റെ സ്നേഹിതന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ തലം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഈ 4 പേരുടെ ഉള്ളിനകത്ത് കടന്നു വന്ന ഒരേ വിശ്വാസം. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യനെ എത്ര ബന്ധപ്പാടോട് കൂടിയാണെങ്കിൽ കൊണ്ടുവന്ന് വച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തെ തിരിച്ച് മടക്കി എടുത്തുകൊണ്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കും എന്നുള്ള ഒരു വിശ്വാസം തങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ ഓപ്പൺ ആകുവാനായിട്ട് ഇടയായി തീർന്ന ആ ഒരു ഉറച്ച വിശ്വാസമാണ് പക്ഷവാതക്കാരന്റെ സ്നേഹിതന്മാർ എന്ത് ചെയ്തത്? യേശുവിന്റെ മുൻപാകെ അവനെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം. പ്രിയതേ മക്കളെ, നമ്മുടെ വിഷയങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ, നാം ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ആ 4 പേരെ സംബന്ധിച്ച് ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം പ്രതിബന്ധങ്ങൾ തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു. മേൽക്കൂര പൊളിച്ച് എന്ത് ചെയ്യുന്നു? യേശുവിന്റെ അടുക്കൽ ഇറക്കി വെക്കേണ്ടി വരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നു. അവിടെ ഒക്കെയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ എങ്ങനെയും യേശുവിന്റെ അടുക്കലേക്ക് ആ മനുഷ്യനെ എത്തിക്കുക എന്ന ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഉറപ്പോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു സ്തോത്രം, യേശുവിന്റെ അടുക്കൽ എങ്ങനെ ഈ മനുഷ്യനെ എത്തിക്കണം എന്നുള്ളൊരു നിശ്ചയ ബോധ്യത്തോടു കൂടി യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വിഷയമായിരിക്കാം. ആ വിഷയത്തെ ഈ പകൽക്കാലം യേശുവിന്റെ അടുക്കിലേക്ക് നീ എത്തിക്കുക. സ്തോത്രം. എത്തിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരെയെങ്കിലും നമ്മുടെ വിഷയത്തെ പരമേൽപ്പിച്ചിട്ടിരിക്കുകയല്ല. നാം നമ്മുടെ വിഷയം ഹല്ലേലൂയ ഒരു വിശ്വാസത്തോടു കൂടി, ഞാൻ എന്റെ അപ്പനോട് എന്റെ വിഷയത്തെ പറഞ്ഞ, ഞാൻ എന്റെ കർത്താവിന്റെ സ്വനെ എന്റെ വിഷയത്തെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരു വിടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ, ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെ, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും ഈ പകൽക്കാലം എന്റെ വിഷയത്തെ ഞാൻ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ തലങ്ങൾ നാം ഓപ്പൺ ചെയ്യുവാൻ തയ്യാറാക്കുക. സ്തോത്ര. തങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന പ്രതിബന്ധങ്ങളെ സ്തോത്രം തങ്ങൾ നോക്കാതെ വേണം അതിനെ മാറ്റിവെച്ചിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് ആ 4 ആൾ ആ മനുഷ്യനെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിന്റെ വിഷയങ്ങളെ ഇറക്കി വെക്കാനായിട്ട് ഇരിക്കുമ്പോ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരാം, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരാം, പല ഇടർച്ചകൾ കടന്നു വരാം. പലരും നിനക്ക് എതിരായിട്ട് കടന്നു വന്നിരിക്കാം, പലരും നിന്നെ പരിഹസിച്ചെന്നിരിക്കാം, പലരും നിന്നെ കളിയാക്കിയെന്നിരിക്കാം. ഈ വിഷയം ചുമന്ന് കർത്താവിന്റെ അടുക്കൽ പോകേണ്ട കാര്യമെന്ത് എന്നുള്ള പല ചോദ്യങ്ങൾ കടന്നു വരാം. പക്ഷേ നീ അവരും ഇവരും പറയുന്നത് കേട്ട് നിന്റെ വിഷയത്തെ മാറ്റിക്കളയാതെ നീ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിന്റെ ഇടപെടൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം സാഹചര്യങ്ങളെ നോക്കി, നാം സാധ്യതകളെ നോക്കി, ഇനി ഇതിനകത്ത് യാതൊരു വിടുതലിനും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവുകൾ മാറുമ്പോ യാതൊരു പ്രതീക്ഷയുമില്ലാതെ അതേ സ്തോത്രം പക്ഷവാതക്കാരനായി കിടന്ന മനുഷ്യനെയാ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ അവർ തയ്യാറായത്.
നാം ചിലതിന് തയ്യാറാക്കണം. സാധ്യതകൾ നോക്കണ്ട, മെഡിക്കൽ റിപ്പോർട്ട് എന്തു പറഞ്ഞു എന്ന് നോക്കണ്ട. സ്തോത്രം, ഹല്ലേലൂയ. സമ്മർദ്ദങ്ങൾ നാം നോക്കണ്ട. നാം എത്തിക്കേണ്ട ഇടത്ത് സകലത് വിഷയത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങൾ വിഷയങ്ങളെ കൊണ്ട് വയ്ക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ എടുത്ത് ചുമക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞു, നിന്റെ ഭാരം അവന്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കല്ല. അവൻ നിന്നെ കരുതുന്നാക്ക, നിന്റെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നാം ചുമന്നുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്ക. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പാദപീഠത്തിൽ അവരെ സ്തോത്രം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കർത്താവിന്റെ അടുക്കൽ ഇറക്കി വച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതേ സ്തോത്രം തിരിച്ചെടുത്തുകൊണ്ട് അവർ പോകേണ്ടി വന്നില്ല. അത് അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം. ഈ മനുഷ്യനെ എങ്ങനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിക്കുക, പിന്നെ നമ്മൾ അവർ എടുത്തോണ്ട് പോകേണ്ടി വരികയില്ല എന്നൊരു ഉറച്ച വിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ രാത്രി പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, നമ്മൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, കരയുന്നുണ്ടായിരിക്കാം, ഉപവസിക്കുന്നുണ്ടായിരിക്കാം. ആ വിഷയം ഇനി എനിക്കൊരു ഭാരമായി തീരുകയില്ല, ഞാൻ ചുമക്കേണ്ടി വരികയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവരെ പിന്തിരിപ്പിച്ച് കളയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ അതിനകത്തൊന്നും പിന്തിരിഞ്ഞു പോകാതെ ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തോടു കൂടി അവർ യേശുവിന്റെ അടുക്കിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വച്ചു. ഹല്ലേലൂയ. അത് കണ്ടിട്ടാ യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, പാപത്തിൽ നിന്ന് മോചനം കൊടുപ്പാൻ കഴിയുന്നവന്റെ അടുക്കലേക്ക് സ്തോത്രം വിഷയത്തെ ഇറക്കി വച്ചു കഴിഞ്ഞപ്പോ അവരുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, അവരുടെ ഒത്തൊരുമിച്ചുള്ള ഒരു വിശ്വാസത്തെ കണ്ടുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് രോഗത്തിന്റെ ആത്മാവായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉള്ളവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കരം കോർത്തു പിടിച്ചുകൊണ്ട് ആ വിഷയത്തെ ഈ പ്രഭാതത്തിൽ നീ കർത്താവിന്റെ അടുക്കൽ കൊണ്ട് വിശ്വാസത്തോട് വയ്ക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ വിശ്വാസത്തെ കണ്ട് ആ വിഷയത്തിനകത്ത് ഒരു അപൂർവ കാര്യത്തെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വചനത്തിൽ കാണുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ട് അവരുടെ ഉറച്ച വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് പക്ഷപാതക്കാരൻ എന്ത് ചെയ്യുന്നത്, സൗഖ്യം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് നീ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ്, ആ വിശ്വാസത്തിന്റെ ചുവടുകൾ പലരുടെ വിടുതലിന് കാരണമാക്കി ദൈവം തീർക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എന്നാൽ അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. പലരും പരിഹസിക്കുവാനോ, പലരും ദൈവദൂഷണം പറയുന്നു, ഈ മനുഷ്യൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെതിരായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 10-ാം വാക്യത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നു, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനെ. പ്രിയതേ മക്കളെ, അവിടെ യേശു കർത്താവിന് വേണമെങ്കിൽ ആ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു എന്ന് പറഞ്ഞു പോകാം. പക്ഷെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ നിന്റെ പാപത്തെ എന്ത് ചെയ്യുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. അതേ സ്തോത്രം, സകല പാപത്തെ മോചിപ്പാൻ അധികാരമുള്ളവന്റെ അടുക്കലാണ് സ്തോത്രം അവരെ കൊണ്ട് എത്തിച്ചത് എന്ന് അവിടെ നിന്ന് വിമർശിച്ച ശാസ്ത്രമാരും പരീക്ഷമാരും കാണേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോ, അതെ, നീ ദൈവത്തിന്റെ അടുക്കൽ ചില വിഷയങ്ങൾ കൊണ്ടുവരുമ്പോ പലരും പലതും നിന്ന് പറയുന്നുണ്ടായിരിക്കാം, പല വിമർശനങ്ങളെ കടന്നു പറയുന്നുണ്ടായിരിക്കാം, നീ കേൾക്കാതെ അതിനെതിരായി പലതും പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനെ തൊട്ട് എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അതിനകത്ത് വിടുതൽ തരുന്ന, മറ്റുള്ളവർ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് ഏത് വിഷയത്തെ നിനക്കെതിരെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നോ
നീ കർത്താവിന്റെ സന്നി കൊണ്ടുവന്ന വിഷയത്തെ ഏത് കാരണത്താൽ അവർ വിമർശിക്കുവാനായിട്ട് ഇടയായി തീർന്നോ, ആ വിഷയത്തെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീരും. യേശു കർത്താവിന് അതിന് അധികാരം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഭൂമി പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു കർത്താവ് മനുഷ്യനോട് പറഞ്ഞു. എന്നിട്ട് കാണുവാൻ സാധിക്കുന്നു, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെ എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് നിന്നോട് പറയുന്നു. പ്രിയതേ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. അതേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കർത്താവിന്റെ സന്നി ചില വിഷയങ്ങളെ കൊണ്ടുവച്ച ആ വിഷയം നീ വീണ്ടും ചുമക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതിനകത്ത് മറുപടി ഉണ്ട്. വചനത്തിൽ പറയുന്നത്, നിനക്ക് അധികം പ്രയാസമുള്ളതിനെ എന്റെ അടുക്കൽ കൊണ്ടുവരി, ഞാൻ അതിന് നിവർത്തിച്ച് തരാം. സ്തോത്രം. കഷ്ടകാലത്ത് എന്നെ നോക്കി വിളിച്ചപേക്ഷിപ്പേ, ഞാൻ നിനക്ക് ഉത്തരം അറലാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, നമ്മുടെ അപേക്ഷകളെ ത്യജിച്ച് കളയാത്ത യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ വിഷയങ്ങളെ വിശ്വാസത്തോടു കൂടി ഇറക്കി വച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ അകത്ത് മറുപടി വെളിപ്പെടും. എങ്ങനെയാ മറുപടി വെളിപ്പെട്ടതെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. ഹല്ലേലൂയ. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു വിടുതലിനെ പറ്റിയല്ല പറയുന്നത്. യേശു കർത്താവ് അധികാരമുള്ളവനായിട്ട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ വച്ച് തന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കിടക്കയെടുത്ത് എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. അതെ, നീ ദൈവസനിൽ കൊണ്ടുവയ്ക്കുന്ന വിഷയം, ഹല്ലേലൂയ, നീ ദൈവസനിലേക്ക് കടന്നു വരുമ്പോ ആര് ചിലപ്പോ അധികം പേര് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സമയങ്ങൾ കഴിയുമ്പോൾ ഒത്തിരി പേര് അതിനകത്തേക്ക് കൂടി ഓടി വന്നിരിക്കാം. പക്ഷെ എല്ലാവരും കാണിക്കെ ചില മറുപടിയുമായിട്ട് നീ പുറത്തു വരും. അകത്ത് കൊണ്ട് വച്ചപ്പോ കുറച്ചു പേരായിരിക്കും കണ്ടത്. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നിന്റെ കുടുംബമായി ദൈവസന്നിധി വെച്ച വിഷയം നിന്റെ റൂമിനകത്തുള്ളവരെ കണ്ടു കാണുകയായിരിക്കും. പക്ഷേ എല്ലാവരും കാണിക്കെ പുറപ്പെടത്തക്ക രീതിയിൽ, എല്ലാവരും കാണിക്കെ ചില മറുപടികൾ വെളിപ്പെടത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുന്നു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ല, മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, സ്തോത്രം, ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തിൽ ചില വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. മറ്റുള്ള വിസ്മയിക്കത്തക്ക രീതി, ഇതുവരെയും ആരും കാണാത്തൊരു അപൂർവ കാര്യം, ഇതുവരെയും ആർക്കും ചെയ്യാത്തൊരു അപൂർവ കാര്യം എന്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ അതേ ഭാഗത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ഉടനെ അവർ കാണിക്കെ അവൻ എഴുന്നേറ്റു. ആർ കാണിക്കെ? യേശു കർത്താവിനെ ദൂഷിച്ചവർ. അവിടെ അത് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നിട്ട് ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത്, ദൈവൻ ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാര്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നവർ കാണിക്കെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. അവിടെ വചനത്തിൽ ഉടനെ അവർ കാണിക്കെ, വിമർശിച്ചവർ കാണിക്കെ, പരിഹസിച്ചവർ കാണിക്കെ, ദൈവത്തെ ദുഷിക്കുക, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നു എന്ന് പറഞ്ഞവർ കാണിക്കെ അവൻ എന്തു ചെയ്യുന്നു? അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. നിന്നെ പരിഹസിച്ചവർ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ കളിയാക്കിയവർ, നിന്റെ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചവർ കാണിക്കെ നീ എഴുന്നേൽക്കാൻ പോകുക. നീ ദൈവസനെ കൊണ്ടുവച്ച വിഷയം നീ എടുത്ത് ചുമലി വയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വിഷയത്തെ നീ എടുത്തുകൊണ്ട് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ അതിനകത്തുനിന്ന് പുറത്തു വരുന്ന വിടുതലോട് കൂടിയ. ഹല്ലേലൂയ. അത് നിന്റെ കണ്ണുകൊണ്ട് ചിലത് കാണും. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ പറയുന്നു, അവർ എഴുന്നേറ്റ് കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോയി. സ്തോത്രം. കരഞ്ഞും വേദനിച്ചൊക്കെ ആയിരിക്കാം ഈ 4 പേർ ചുമന്നപ്പോ ആ വിഷയം അതിനകത്തേക്ക് കടന്നത്. സ്തോത്രം.
ഹല്ലേലൂയ. പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി കാണുമായിരിക്കാം. അവിടേക്ക് വന്നപ്പോ മേൽപ്പൂര സ്തോത്രം പൊളിക്കേണ്ടി വരുമല്ലോ ഒക്കെ ഉള്ള പ്രതികൂലങ്ങൾ തങ്ങളുടെ മുമ്പിൽ വന്നു. പക്ഷേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, പതറാതെ ഉറച്ച വിശ്വാസത്തോടു കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് ആ വിഷയത്തെ ഇറക്കി വച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, അവരുടെ വിശ്വാസത്തെ കണ്ട ദൈവം അവരിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. ഇവർ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഇറക്കി വെച്ചപ്പോൾ പലരും പരിഹസിച്ച് കാണുമായിരിക്കാം. ഇവർക്ക് വേറെ ജോലിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിച്ച് കാണുമായിരിക്കും. പക്ഷേ അതിനകത്തൊന്നും സ്തോത്രം അവർ തളർന്നു പോകാൻ ദൈവം ഇടയാക്കിയില്ല. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിവേദനയോടും പ്രയാസത്തോടും നിന്നയോടും കൂടിയായിരുന്നാല ചില വിഷയങ്ങളെ എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഇറക്കി വച്ച നീ കണ്ണുനീരോട് കൂടി അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വേദനയെ അനുഭവിച്ച് തല കുമ്പിട്ട് കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്ക. അവർ കാണിക്കെ അവൻ എഴുന്നേറ്റോ. അതേ, ചിലർ കാണിക്കെ നിന്റെ വിഷയങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇനി ഉയർപ്പില്ല, ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളില്ലേ, അതേ ചിലർ പറഞ്ഞില്ലേ, ആ സ്തോത്ര വിഷയത്തിന്റെ നടുവിൽ നീ കേട്ട ചില വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്ത് തുളച്ച് കയറിയില്ലേ, നീ ഭാരപ്പെട്ടില്ലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവർ കാണിക്കെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഹല്ലേലൂയ ലൈവിലായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദേവി ഈ പ്രഭാതത്തിൽ ചെയ്യുക. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലർ കാണിക്കെ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ തന്റെ ജനത്തിന്റെ മേൽ നടക്കട്ടെ. ചിലർ കാണിക്കെ ഹല്ലേലൂയ ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ നടക്കട്ടെ. ഹല്ലേലൂയ. അവിടെ കാണുന്നു, അവർ കാണിക്കാൻ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നീ കൊണ്ടുവന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കുമ്പോ അതേ സ്തോത്രം അവർ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. എല്ലാവരും കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, സ്തോത്രം, ഒത്തിരി പ്രയാസത്തിന്റെ മധ്യത്തിൽ അവർ 4 പേർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന, പക്ഷേ ഒരു അപൂർവ കാര്യത്തിന് വേണ്ടിയായിരുന്നു. നീ കൊണ്ടുവച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ഒരു വെറുതെ വിടുതലല്ല, ഒരു അപൂർവ കാര്യം ചിലർ കാണിക്കെ അവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, അവരെന്റെ ദൈവത്തെ ഭയപ്പെടത്തക്ക രീതിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു അപൂർവ കാര്യം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? അതേ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു അപൂർവ കാര്യം സംഭവിക്കും. ഇതുവരെയും ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒത്തിരി ഒന്നും, സ്തോത്രം, ഹല്ലേലൂയ, പല ഇടങ്ങളിൽ നടക്കാത്തൊരു അപൂർവ കാര്യം, സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. നീ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവസ്വന് കൊണ്ടുവച്ച ചില വിഷയങ്ങളില്ലേ, ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, അതിന്റെ മറുപടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. അതിനകത്തൊരു അത്ഭുതം ചലിക്കും. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തിലായിരിക്കാം നീ വിശ്വാസത്തോട് കൂടി യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവച്ചത്. ആ വിഷയത്തെ നീ ചുമക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത് എല്ലാവരും വിസ്മയിച്ച് ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി പ്രാരംഭ ദിവസങ്ങളിൽ ദൈവസനെ കൊണ്ടുവച്ച വിഷയത്തിന്റെ മറുപടികൾ എഴുന്നേൽക്കാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വിഷയങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി ചലിക്കത്തില്ല, ഈ വിഷയം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ അതേ നീ വിശ്വാസത്തോട് കൂടി എന്റെ കർത്താവിന്റെ അടുക്കൽ കൊണ്ട് വച്ചിട്ടുണ്ടോ? ആ വിഷയങ്ങൾ എല്ലാവരും കാണിക്കെ ആ വിഷയങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. മറുപടിയായിട്ട് അതേ മറ്റോട് കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതി ഞാൻ പറയട്ടെ, നിരാശപ്പെടണ്ട, ആകുലപ്പെടണ്ട. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വാസത്തോടു കൂടെ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കേണ്ട അടുക്കൽ, ഏൽപ്പിക്കേണ്ട പാദപീഠത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയെങ്കിലും വച്ചിട്ട് പോകല. അവർക്ക് വേണമെങ്കിൽ സ്തോത്രം വീടിന്റെ പുറത്ത് വച്ചിട്ട് പോകാം. യേശു കർത്താവ് ഇറങ്ങി വരുമ്പോ ആ മനുഷ്യനെ കാണട്ടെ, സൗഖ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വച്ചിട്ട് പോകും. പക്ഷെ അതല്ല ചെയ്തത്. അവര് ചില വില കൊടുക്കാൻ തയ്യാറായി. വില കൊടുത്ത് നീ കർത്താവിന്റെ സന്നി കൊണ്ടുവയ്ക്കുന്ന വിഷയത്തിന്റെ മറുപടി, വിഷയത്തെ കർത്താവ് നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വിഷയത്തെ എടുക്കേണ്ടവൻ എടുക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.
ഹല്ലേലൂയ. അവരുമേൽ പുര പൊളിച്ചു, യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വച്ചിട്ട് പോകാനല്ല, നീ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവയ്ക്ക. ഹല്ലേലൂയ. നീ എന്നോട് അടുത്തു വരിക, ഞാൻ നിന്നോട് അടുത്തു വരാമെന്ന് യേശു കർത്താവ് പറഞ്ഞത്. ആരെങ്കിലും പരമേൽപ്പിച്ചിട്ട് പോകുകയല്ല. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നീ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ട് ഇറക്കി വെക്കേ, കർത്താവിന്റെ പാദപിടത്തിലേക്ക് ഒന്ന് കൊണ്ട് വയ്ക്കേ, കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് നീ ഒന്ന് അടുത്ത് ചെല്ലേ. ഹല്ലേലൂയ. ഏത് സമയം നമുക്ക് അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് ദൈവം അവകാശം തന്നിരിക്കുമ്പോ നീ സ്തോത്രം പലരെ ഏൽപ്പിക്കാതെ നിന്റെ വിഷയത്തെ ചുമന്നുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കേ. ചുമക്കേണ്ട ഉത്തരവാദിത്തമേ ഉള്ളൂ. ഹല്ലേലൂയ. പിന്നെ നീ എടുക്കേണ്ടി വരികയല്ല, അത് താനെ എഴുന്നേറ്റുകൊള്ളും. കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കാണെ അത് എഴുന്നേറ്റു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മറുപടിയുമായി എഴുന്നേൽക്കാൻ പോകുക. ചലനമറ്റ ചില വിഷയങ്ങൾ, ഇനി ഇതിനകത്തൊന്നൊരു വിടുതലില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മറുപടിയായി വെളിപ്പെടാൻ പോകുക. അങ്ങനെ ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു അപൂർവ കാര്യം എന്റെ ദൈവത്താൽ സംഭവിക്കും. അത് പലരും കാണും. ഹല്ലേലൂയ. നിങ്ങളെ നിന്ദിച്ചവർ, പരിഹസിച്ചവർ, ദൂഷിച്ചവർ, ഹല്ലേലൂയ, അതെ കാണുകയും കേൾക്കുകയും എന്റെ ദൈവത്തെ ഭയപ്പെടത്തക്ക രീതിയിൽ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഈ പകൽക്കാലം ചലിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോട് കൂടി ഏറ്റെടുക്കുക. ഒരു ചെറുത് സംഭവിക്കുമെന്നല്ല, ഒരു ചെറിയ ചലനം സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്ന, ചില വിഷയത്തിന്റെ മറുപടികൾ എഴുന്നേൽക്കും. ചിലർ കാണെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുക. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ തരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, അവർ പല ബുദ്ധിമുട്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സനിയിൽ ഇറക്കി വയ്ക്കുന്ന വിഷയങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കണമേ. അവർ അത് എടുത്തുകൊണ്ടു പോകാൻ ഇടയാക്കാത്തവണ ആ വിഷയത്തിന്റെ മറുപടി ജീവൻ പ്രാപിക്കട്ടെ, ചലനങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും കാണെ എഴുന്നേറ്റതുപോലെ അപ്പ നിന്ദിച്ചവർ, പരിഹസിച്ചവർ കാണെ ചില വിടുതലുകൾ ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ കർത്താവിന്റെ അടുക്കൽ ഇറക്കി വെച്ച വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം ചെയ്യണമെന്ന കൃപയ്ക്കായി സ്തോത്രം. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം അവരുടെ കണ്ണുകളെ കാണത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ കണ്ണുനീരുകൾ മാറട്ടെ, അവരുടെ വേദനകൾ മാറട്ടെ. ഭാരത്തോടെ അങ്ങോട്ട് സനി ഇറക്കി വെച്ച വിഷയങ്ങളുടെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കട്ടെ. കർത്താവേ, അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ തരും. പ്രാർത്ഥനാ വിഷയവുമായി ദൈവസ്ഥനിലായിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്റെ നടുവേ സ്വർഗം ഈ പകൽക്കാലം ചലിക്കണം. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവേ, തന്റെ ജനത്തിന്റെ വിശ്വാസത്തെ ഈ പകൽക്കാലം അങ്ങ് കാണുമാറാകണമേ. അപ്പൊ ആ ചിലർ ഉറച്ച വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ സന്നി ചില വിഷയങ്ങളെ ഏൽപ്പിക്കുക. തങ്ങളുടെ ജനത്തെ ഈ പകൽക്കാലം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.